ഇത് എന്തൊരു ശല്യമായത്. നിനക്ക് കാപ്പി കൊണ്ട് വെച്ചു എന്ന് നിന്നെ അറിയിക്കുകയാണെങ്കിൽ ഒരു കുട്ടി പറഞ്ഞാ പോരായോ? അതിന് ചെവിക്കേഴി വന്നിരുന്നോട്ട് ഞാൻ പറഞ്ഞോട്ടോ. ആ പണ്ടൊക്കെ ഇതിന്റെ ശബ്ദം കേട്ടാലേ നിനക്ക് ഉറക്കം വരുവുള്ളായിരുന്നു. ഇപ്പോഴും ഞാൻ കൊച്ചുകുട്ടിയാണെന്ന് വിചാരിച്ചോ? കൊച്ചായിരുന്നപ്പോ നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു. എന്റെ തോളത്തൊന്നും നീ മാറിയിട്ടില്ല. ആ എന്നാ ഇപ്പോഴും എടുത്തങ്ങ് തോളെ വെച്ചു. ഈ ജന്മാവ് സാധിക്കുമെന്ന് തോന്നില്ല. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. മുറപ്പനാണ് സമ്മതം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എന്റെ പുറകെ ഇങ്ങനെ നടന്നേക്കരുത്. ചേട്ടനെ കെട്ടാൻ എനിക്ക് സാധ്യമല്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനൊരു ഹീറോയെ കെട്ടും. ഹീറോയോ? അതെ, സിനിമയിലെ കഥാനായകനെ. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ലവ് ഡുയറ്റും പാടി ബോട്ടിലിങ്ങനെ ചുറ്റും. അപ്പൊ ഞാനിങ്ങനെ കരയ്ക്ക് നോക്കി നിൽക്കണോ? വേണ്ട, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ചേട്ടൻ ഏതെങ്കിലും ഒരു സിനിമാ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിച്ചു തരാം. നീ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മരിക്കുന്നത് വരെ ഞാൻ നിന്റെ കൂടെ കാണും. ഈ എഴുത്തെ അച്ഛൻ അറിയാതെ ഒരു സ്റ്റാമ്പ് വാങ്ങിച്ച് ഒട്ടിച്ച് ഒന്ന് പോസ്റ്റ് ചെയ്തേക്കണേ. പ്രേം നസീറിന് ഒരു ഫോട്ടോ അയച്ചു തരാൻ എഴുതിയിരിക്കുക. അദ്ദേഹം ഭാര്യയും മക്കളും ഒക്കെ ഉള്ളവനാ. അതൊന്നും സാരമില്ല ഏട്ടാ. ഇതെന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. നീ ഇവിടെ ലക്ഷണിച്ചുകൊണ്ട് നിൽക്കുകയെന്നോ? അപ്പുറത്തോട്ട് എന്നാ ഒലയിലെ തീയൊന്ന് കൂട്ടിക്ക്. രാവിലെ മുതൽ 2 കാളന്മാരായിട്ട് വന്ന് നിൽക്കുകയെന്നല്ലേ ഉണ്ണുണ്ണി? അല്ല, വൈകുന്നേരത്തെ ഭജനയ്ക്ക് ഏഴശീലകളൊക്കെ അത് ഞാൻ ചന്തയിലോട്ട് പോകുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. എന്തോ പറയുമായിരുന്നു അവിടെ? എന്നെ സംബന്ധം ചെയ്യണം. നിനക്കൊരാട്ട് വെച്ച് കൊടുക്കാൻ മേലോ? ലാടം തെറിച്ച് നടക്കുന്നവന് വിയക്കാരിക്കെ കെട്ടണമെന്നില്ല. ഉണ്ടാക്കിയ കാശ് മുഴുക്കെ എന്നെ പഠിപ്പിക്കാൻ ചെലവാക്കിയെന്നല്ലേ പറയുന്നത്? സംഗതിയൊക്കെ ഏറെക്കുറെ ശരിയാ. പക്ഷെ നീ അതൊന്നും അറിഞ്ഞില്ലെന്ന് ഭാവിച്ചേ. എന്റെ മോള് ഭാഗ്യവതിയാടി. നിനക്കൊരാലോചന വന്നിട്ടുണ്ട്. ആൾ MLA ആ. അയ്യോ അച്ഛാ, തർക്കത്തോടൊന്നും പറയണ്ട. നമ്മുടെ കടുക് വച്ചയ്യപ്പനാ ഈ ആലോചന കൊണ്ട് വന്നത്. അടുത്ത ആഴ്ച ആളിനെ കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിരിക്കുക. നിന്റെ വ്യാഴം 11-ാടി. നീ ഭാഗ്യവതിയാ. കാപ്പി. ഈ പെൺപിള്ളേരുടെ കാര്യത്തിലേ നിങ്ങളൊന്നും മനസ്സ് വെക്കാത്ത എന്താടിയാക്കാമേ? ഞാൻ എന്നാ മനസ്സ് വെക്കാനാ ചായ? അതിങ്ങളിങ്ങനെ പെരയാൻ നടന്നു നിന്നാ കുടുംബത്തിന് എന്നാ മോശം. അളിയനാണെങ്കിൽ ആ കാര്യത്തിൽ ഒരു ശൂർമതി. അറിയാനാ ശൂർമത എന്റെ തലേഗതിയാ ചായ. അല്ല, എല്ലാം ഇവന്റെ കുറ്റം കൊണ്ട് തന്നെയാ. ആട്ടെ, നിങ്ങൾ ആങ്ങളും പെങ്ങളും കൂടെ പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ടു. ഞാൻ വേണമെങ്കിൽ വേറെ വല്ല വഴിക്കും പോയേക്കാം. അളിയൻ കാര്യം അറിയാതെ ആ വർത്താനം പറയുന്നേ. എനിക്കെല്ലാം അറിയാളിയാ, എല്ലാം എല്ലാം അറിയാവുന്ന ഒരാള്. ഈ ഒരു കാര്യം മാത്രം അറിയാൻ വയ്യ. അളിയാ, വകുതിരോട് പറയരുത്. അളിയന്റെ രൂപ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു 3000 രൂപയുടെ നാളെ തന്നെ ഞാൻ ലൂസിയുടെ കെട്ടുറപ്പിക്കും. തലിക്കളി കേട്ടോ. ചുമ്മാ നിന്ന് വർത്താനം പറഞ്ഞാ പോരാ. എന്നെ കൊണ്ടാണ് വിഷമമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി തൊലഞ്ഞുകൊള്ളാം. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പോയി. ഞാൻ പോകുന്നു. നിങ്ങളുടെയൊക്കെ വിധിയാണ്. ബാബു എവിടെ? ബാബു, നീ രാവിലെ എഴുന്നേറ്റങ്ങ് കുത്തിവലിക്കാൻ തുടങ്ങി. ഇതുകൊണ്ടൊക്കെ വല്ല രക്ഷയുണ്ടോടാ? ഇതുകൊണ്ടുള്ള രക്ഷയാണ് ഈ കാണുന്നത്. ദാരിദ്ര്യം വരയ്ക്കുന്നത് ഇതൊക്കെയാ. പിന്നെ എങ്ങനെ ആ ദാരിദ്ര്യം മാറുന്നേ? കേട്ടോ ചായ, ഞാൻ ഇവനോടൊന്നും പറയും. ഒന്നുമില്ലെങ്കിലും നിശ്യാതമ്പുരാന്റെ പടം വരയ്ക്കാം. കാശ് കിട്ടിയില്ലെങ്കിൽ പുണ്യമെങ്കിലും കിട്ടുമല്ലോ. പിന്നെ ഇപ്പൊ ഒരു തമ്പുരാനെ ആർക്കും വേണ്ടം വെച്ചി. മറ്റൊരു പണിയില്ലാഞ്ഞിട്ടേ ചെയ്യുന്നു. കേട്ടോ ബാബു, ഞാൻ പെൺപിള്ളേരെ കെട്ടിച്ചയക്കണ കാര്യം പറഞ്ഞതിന് ആളിയൻ എന്നോട് പിണങ്ങിപ്പോയിരിക്കുക. നീ ഒന്ന് പോയി തിരക്ക്. അത് പതിവുള്ളതാ. അപ്പച്ചെങ്ങ് വന്നോളൂ. അത് ഞാൻ മനസ്സിന്റെ വിഷമം കൊണ്ടാടാ ഇങ്ങനെയൊക്കെ പറയുകയും പെരുമാറുകയും ചെയ്യുന്നത്. ഒരു തൊഴിലും കിട്ടാനില്ല. അറിയാവുന്ന തൊഴിൽ ചെയ്യാന്ന് വെച്ചാൽ ജീവിക്കാനായിട്ട് കിട്ടുകയില്ല. ഇത് വെച്ചോ. പെൺപിള്ളേരുടെ കല്യാണക്കാരും വല്ലതും ഉറപ്പിക്കുമ്പോ അറിയിക്കണം. പോലെ ഞാൻ ഇറങ്ങുക.
ഒരു പുതിയ പടവാ. ഇങ്ങോട്ടൊന്ന് തിരിച്ചേ കാണട്ടെ. അതെ, അത് പൂർത്തിയാക്കിയിട്ട് ഞാൻ കാണിക്കാം. ആ, കാശ് ചെലവാക്കാതെ പടം കണ്ടിട്ട് പോകുന്നതേ ഒരു സ്ഥിരം പരിപാടി ആക്കിയിരിക്കുക അല്ലയോ? ഓ, എന്നെ കാണിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ജനൽ അങ്ങ് അടച്ചേക്കണം. ജനലടച്ച പിന്നെ പടം വരയ്ക്കണ്ടേ? റോഡിൽ നോക്കിയാണോ പടം വരയ്ക്കുന്നത്? ആ, ചിലപ്പോ റോഡിൽ നോക്കിയും പടം വരയ്ക്കേണ്ടി വരും. എന്നാലേ എന്റെ ഒരു പടം വരയ്ക്കുക. വരയ്ക്കാമല്ലോ. ഇപ്പൊ ഇപ്പൊ വരച്ച പിന്നെ കോളേജിൽ പോണ്ടേ? ബസ് വരാനായിട്ടില്ല. ശരി, വരയ്ക്കാം. ആ, എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു.